ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോയ്ക്ക് ആക്ച്വലി ഇവിടെ പ്രസക്തി ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഡ്യൂട്ടിയിലായതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിളാണ്, പെട്ടെന്ന് എനിക്ക് പരിപാടി കഴിക്കാം. സോ വീഡിയോ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. ഞാൻ പറയാൻ വന്നത് നമ്മുടെ മൈ വേ ബൈ കല്യാണി എന്ന് പറഞ്ഞ ചേച്ചീൻ്റെ ഒരു സപ്പോർട്ട് ചെയ്തിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിന് അത്ര കമൻറ്റ് വൃത്തികേടുകളൊന്നും എനിക്ക് വന്നിട്ടില്ല. കമൻറ്റ്സ് വളരെ കുറവാണ്. പക്ഷേ എൻ്റെ ഇൻബോക്സ് നിറച്ച് ചീത്തയാണ്. ഞാൻ ഈ ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇതിൽ കുറച്ച് കമൻറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൽ ഒരെണ്ണം മാത്രം എനിക്ക് യൂട്യൂബിൽ വന്നതും ബാക്കി കുറച്ച് പേര് റിയാക്ഷൻസ് ചെയ്ത കമൻറ്റ്സുമാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളത് വായിച്ച് നോക്കുക. നമുക്ക് ഒരുപാട് ദീർഘിപ്പിക്കാണ്ട് നമുക്ക് പോയിന്റിലോട്ട് പോകാം. ഹൗ ടു ഐഡൻറ്റിഫൈ എ ഗുഡ് സൺസ്ക്രീൻ. എങ്ങനെ ഒരു നല്ല സൺസ്ക്രീൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ളത് പറയാം കേട്ടോ. ഒന്നാമത്തെ കാര്യം, ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ ഉണ്ടാവണം. അതായത് നമ്മുടെ സൺസ്ക്രീനിൻ്റെ പുറത്ത് ബ്രോഡ് സ്പെക്ട്രം എന്ന ലേബൽ ഉണ്ടായിരിക്കണം. പിന്നെ അതെന്തിനാണ് നമ്മൾ നോക്കുന്നത്? നമ്മുടെ UVA ഏജിങ് ഉണ്ടാക്കുന്നതും UVB ബേണിംഗ് റേസ് തരുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രോഡ് സ്പെക്ട്രം ലേബിൾ ഉണ്ടോ എന്ന് നോക്കുന്നത്. അടുത്തത് SPF 30 ബ്ലോക്സ്. 97% നമ്മുടെ UVB റേസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് SPF 30 എന്ന് പറയുന്ന ബ്ലോക്സ്. അതുപോലെ തന്നെ 50+ ഉണ്ട്. ഭയങ്കര ബെറ്ററാണത്. സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൺ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്കിന്നിനെ, പുറത്തൊക്കെ പ്രത്യേകിച്ച് പുറത്ത് വർക്ക് ചെയ്യുന്നത്, ബീച്ചിൽ പോകുമ്പോഴൊക്കെ നമ്മൾ ആ ഒരു SPF 50+ ഉള്ളത് നമ്മൾ യൂസ് ചെയ്യണം. ഈ കാര്യവും സൺസ്ക്രീനിൽ നോക്കണം. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. നമ്മുടെ സൺസ്ക്രീൻ 2 തരമുണ്ട്. അതായത് മിനറൽ സൺസ്ക്രീനും കെമിക്കൽ സൺസ്ക്രീനും. മിനറൽ സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. ലൈക്ക് അതിനകത്ത് ഇൻഗ്രീഡിയൻസ് വരുന്നത് സിങ്ക് ഓക്സൈഡ്, അതുപോലെ തന്നെ ടൈറ്റാനിയം ഡയോക്സൈഡ്. അതിൻ്റെ പ്രോസ് എന്ന് പറയുന്നത് നമുക്ക് ലെസ് ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അത് വർക്ക് ചെയ്യാൻ തുടങ്ങും. അടുത്താണ് കെമിക്കൽ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അത് ഭയങ്കര ലൈറ്റർ ഫീൽ ആയിരിക്കും, പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവും. അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഐ ഡോണ്ട് നോ മൈ പ്രൊനൗൺസിയേഷൻ ഈസ് പെർഫെക്റ്റ്, അവോബെൻസോൺ, ഒക്ടോക്രൈലിൻ, ടിനോസോൾബ് SM, മെക്സോറിൽ SX. ഇത്രയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്. ഇത് സെൻസിറ്റീവ് ആയിട്ടുള്ളവർ അവോയ്ഡ് ചെയ്യണം. ഈ ഓക്സിബെൻസോൺ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഇറിറ്റേഷൻ ചിലപ്പോൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ അവോയ്ഡ് ചെയ്യണം എന്തൊക്കെ ഹാംഫുള്ളായിട്ടുള്ള അഡിറ്റീവ്സ് ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ലൈക്ക് ഓക്സിബെൻസോൺ, ഒക്ടിനോക്സേറ്റ്, അതുപോലെ തന്നെ ആൽക്കഹോളിൻ്റെ ഒരു കണ്ടൻറ്റ് ഉള്ളത്. നമ്മുടെ ഡ്രൈ സ്കിന്നോ സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. അതുപോലെ തന്നെ ഫ്രാഗ്രൻസും പെർഫ്യൂമും ഉള്ളത്, അത് നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റും സെൻസിറ്റീവും ആക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ടോ എന്നുള്ളത്. കാരണം 40 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 80 മിനിറ്റ്സ് നമ്മൾ സ്വെറ്റ് ചെയ്യുവാണ്, അല്ലെന്നുണ്ടെങ്കിൽ സ്വിം ചെയ്യുവാണെങ്കിൽ അതിൽ വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. പിന്നെ അതിന് ടെക്സ്ചർ വരുന്നത്, നമ്മുടെ സ്കിൻ ടൈപ്പുകൾ അറിയാമല്ലോ, ഓയിലി, ഡ്രൈ, സെൻസിറ്റീവ്, അതുപോലെ തന്നെ ആഗ്നെ പ്രോൺ സ്കിന്നുകളുണ്ട്. നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്ക് ജെൽ ബേസ്ഡ്, അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള നോൺ കൊമിഡോജനിക് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഡ്രൈ സ്കിന്നുള്ളവർക്ക് ക്രീമി ആയിട്ട്, അതുപോലെ ഹൈഡ്രേറ്റിംഗ് ഫോർമുലാസ് ഉള്ള, ഗ്ലിസറിൻ ഉള്ളത് അല്ലെങ്കിൽ ഹൈലറോണിക് ആസിഡ് ഉള്ളതാണ് യൂസ് ചെയ്യേണ്ടത്. സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ളത് അല്ലെങ്കിൽ മിനറൽ ബേസ്ഡ് ലൈക്ക് സിങ്ക് ഓക്സൈഡ് പോലത്തെ സാധനങ്ങളാണ് യൂസ് ചെയ്യേണ്ടത്. ആഗ്നെ പ്രോൺ സ്കിന്നുള്ളവർക്ക് ഓയിൽ ഫ്രീ, അതുപോലെ തന്നെ നോൺ കൊമിഡോജനിക് ലൈറ്റ് ആയിട്ടുള്ള ഫോർമുല ആയിട്ടുള്ള സൺസ്ക്രീനുകളാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് അടുത്തത് പറയാം. ബാഡ് സൺസ്ക്രീൻ ഏതാണെന്നുള്ളത് പറയാം. ഇതിൽ ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു ബാഡ് സൺസ്ക്രീനാണ്. അതുപോലെ തന്നെ SPF 30 താഴെയുള്ളതും ബാഡ് സൺസ്ക്രീനാണ്. പിന്നെ കണ്ടെയ്ൻസ് ഓക്സിബെൻസോൺ, പാരബൻ, സ്ട്രോങ് ഫ്രാഗ്രൻസസ് ഓർ ആൽക്കഹോൾ. പിന്നെ വൈറ്റ് കാസ്റ്റ് ഭയങ്കരമായിട്ട് തരുന്നത്. അടുത്തത് നമുക്ക് ഇറിറ്റേഷൻ അല്ലെങ്കിൽ സ്റ്റിങ്ങിങ് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാക്കുന്നത്. പിന്നെ ഫുള്ളായിട്ട് അവർ ഫുൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിനെ നമ്മുടെ ഈ ഒരു ലേബലിൽ ലിസ്റ്റ് ചെയ്യാത്തത്. പിന്നെ എക്സ്പേർഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സൺസ്ക്രീനിൽ, പൊട്ട സൺസ്ക്രീൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്.
സോ നമുക്ക് കാര്യത്തിലോട്ട് വരാം. നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കി വേണം ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യാൻ. എനിക്ക് 26 വയസ്സുണ്ട്, ഞാനൊരു നേഴ്സാണ്. പക്ഷെ ഒരു പ്രൊഡക്റ്റും വാങ്ങിക്കുമ്പം ഈ ലേബലുകളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കാറില്ല. ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങൾ അപ്പാടെ വാങ്ങി യൂസ് ചെയ്യുന്ന ഒരു കാലം എനിക്കും ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, കുറച്ചുകൂടി ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിരുന്ന ഒരാളാണ്. ദാറ്റ് മീൻസ് ഓരോ ഇൻഫ്ലുവൻസേഴ്സും നമ്മളിലേക്ക് ചെലുത്തുന്ന സ്വാധീനമാണ്. മാത്രമല്ല, ഓരോ ബ്യൂട്ടി പ്രൊഡക്ട്സ് കാണുമ്പം ഒരു പെണ്ണെന്ന രീതിക്ക് എൻ്റെ കണ്ണും മഞ്ഞളിക്കാറുണ്ട്. അങ്ങനെ മേടിച്ചിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ മേടിക്കാറില്ല. സോ എന്താണ് അങ്ങനെ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് കുറച്ചുകൂടി മെച്യൂരിറ്റി വന്നു. അവർ പ്രൊമോഷൻ ചെയ്യുന്നു, അവർക്ക് പൈസ കിട്ടുന്നു. അപ്പോൾ അതിൽ അവർ പ്രൊമോട്ട് ചെയ്യുന്ന ആ പ്രൊഡക്റ്റ് നമുക്ക് 100% ജെനുവിൻ ആണോയെന്നറിയില്ല. പിന്നെ നമുക്കത് സ്യൂട്ടാകുമോ എന്നറിയില്ല. നമ്മുടെ പൈസ പോകുമോ എന്നുള്ളത് അറിയില്ല. അപ്പം ഇങ്ങനെ കുറേ റീസൺ കൊണ്ട് ഞാനത് പേഴ്സണലി ഇപ്പം അങ്ങനെ ആരും പ്രൊമോട്ട് ചെയ്യുന്നതോ മേടിച്ച് യൂസ് ചെയ്യാറില്ല. കുറേ കാര്യങ്ങളൊക്കെ നോക്കി എനിക്ക് സ്യൂട്ടായിട്ടുള്ള ഒരെണ്ണം തന്നെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. കല്യാണി ചേച്ചീനെ ഞാൻ ന്യായീകരിക്കാനുള്ള കാര്യം, ഹിമാലയ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനെ പഠിച്ചിട്ട് വന്നിട്ട് ഞാൻ ന്യായീകരിക്കുന്നതല്ല. ഹിമാലയ എന്ന് പറഞ്ഞ ആ പ്രൊഡക്റ്റിൻ്റെ സൺസ്ക്രീൻ ആക്ച്വലി ഞാൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഈ ചേച്ചീനെ മാത്രം എന്തിനാണ് യൂട്യൂബിലെ ആൾക്കാർ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നതെന്നുള്ള ഡൗട്ട് എനിക്കുണ്ട്. കമൻറ്റ് സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഈ ചേച്ചി ഇത്ര നന്നായിട്ട് ജീവിക്കുന്നത്, ഇത്ര നന്നായിട്ട് ഫോളോവേഴ്സ് കയറിയത്, ഇത്ര നല്ല എനർജറ്റിക് ആയിട്ട് വീഡിയോ ചെയ്യുന്നതൊന്നും നിങ്ങൾക്ക് ആക്ച്വലി സുഖിക്കുന്നില്ലേ? അതാണോ പ്രശ്നം ഈ ചേച്ചീനെ ഇത്ര ഫോക്കസ് ചെയ്യാൻ? എത്ര യൂട്യൂബേഴ്സ്, പേര് നിരത്തി പറയാൻ പറ്റുന്ന അത്ര യൂട്യൂബേഴ്സ് ഇവിടെ പല ബ്യൂട്ടി പ്രൊഡക്ട്സും ഒരു ജെനുവിനിറ്റി ഇല്ലാണ്ട് അവർ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, പരസ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു പ്രശ്നമില്ല. എല്ലാവരെയും ആക്രമിക്കുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് ആക്രമിക്കണം, അല്ലാണ്ട് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല നിങ്ങൾ ഈ റോസ്റ്റിങ്ങും അതുപോലെ റിയാക്ഷൻ വീഡിയോസും ഒക്കെ ഇടേണ്ടത്. ചേച്ചി ഒരു പ്രൊഡക്റ്റ് റിവ്യൂ, അതിൻ്റെ ഒരു പ്രൊമോഷൻ ചെയ്തു. അപ്പം നിങ്ങൾ പോയിട്ട് പഠിക്കുക, ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് മേടിച്ച് യൂസ് ചെയ്യുക. എന്തോരം ആൾക്കാരാണ് ചേച്ചി കഞ്ഞിയും കറിയും വെച്ച് കാര്യം മീൻ വറുത്തുകൊണ്ടിരുന്ന ആളെങ്ങനെ ബ്യൂട്ടി വ്ളോഗറായെന്ന് പറയുന്നത്. ഞാൻ എല്ലാ ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെ വീഡിയോ കുത്തിയിരുന്ന് കാണാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ആൾക്കാർ ചെയ്യുന്നത്, വെളുത്തിരിക്കുന്ന ചേച്ചിമാർ വന്നിട്ട് നമ്മുടെ വൈറ്റനിങ് പാക്ക് എന്ന് പറയും, ഒരു 28-30 മിനിറ്റുള്ള വീഡിയോയിൽ വൈറ്റനിങ് പാക്ക് പ്രിപ്പയർ ചെയ്യുന്നതും അപ്ലൈ ചെയ്യുന്നതും അതിന് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടും അവർ കാണിക്കും. ഈ വെളുത്ത ആൾക്കാർ എങ്ങനെയാണ് ഈ സാധനം അപ്ലൈ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ റിസൾട്ട് കാണിക്കാൻ അവർക്ക് എങ്ങനെ പറ്റും? പലപ്പോഴും ഞാൻ ആവശ്യമുണ്ട്. അത് പിന്നെ ഈ സാധനം ഞാൻ ചെയ്ത് നോക്കാം. ഞാൻ ഇരുനിറമുള്ള ഒരാളാണ്, ഞാൻ വെളുത്തെങ്കിൽ ഓക്കെ, ഞാനത് അക്സെപ്റ്റ് ചെയ്യാം. പല പ്രൊഡക്ട്സ് ഞാൻ അതുപോലെ ഹോം റെമഡീസ് പല പ്രൊഡക്ട്സുകൾ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിലൊന്നും എനിക്കൊരു വ്യത്യാസം തോന്നിയിട്ടില്ല. പലരും ഈ കല്യാണി ചേച്ചീനെ പഴയ ബ്യൂട്ടി വ്ളോഗേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഈ ചേച്ചി ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗായിട്ട് സ്റ്റാർട്ട് ചെയ്ത നമുക്കുണ്ടാകുന്ന ഗ്രോത്തിനനുസരിച്ച് നമ്മുടെ വിഷനും ചേഞ്ച് ആകും. അപ്പോൾ അതൊന്നും ആരും പറഞ്ഞിട്ട് കാര്യമില്ല, കഴിവുള്ളവർ ചെയ്യുന്നു. പിന്നെ ഈ ചേച്ചി എന്തുകൊണ്ട് പ്രൊമോഷൻ ചെയ്യുന്നു, ഒരു കോസ്മെറ്റിക് ഐറ്റം എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ചേച്ചിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു കമ്പനി ചേച്ചിനെ പ്രൊമോഷൻ ഏൽപ്പിക്കുമ്പം ഫോളോവേഴ്സ് കൂടുതലുള്ളവർക്കാണ് നല്ല രീതിക്ക് പ്രൊമോഷൻസ് കിട്ടുന്നത്. അതിലിപ്പോൾ നമ്മൾ കടന്ന് വികാരഭരിതരായിട്ട് കാര്യമില്ല. പണ്ടത്തെ ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞു വന്നത്. ജെനുവനായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. എനിക്കിഷ്ടപ്പെട്ടത് നമ്മുടെ റിൻസി എന്ന് പറഞ്ഞ ചേച്ചീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി അത്യാവശ്യം നല്ല പ്രൊഡക്ട്സുകളാണ് ഇത് ചെയ്യുന്നത്, പ്രൊമോഷൻ ചെയ്യുന്നത്. പക്ഷേ ചേച്ചിക്കൊക്കെ കമ്പാരിറ്റീവ്ലി ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ചേച്ചിക്ക് ഫോളോവേഴ്സ് വളരെ കുറവാണ്. അവരൊക്കെ പണ്ട് തൊട്ട് നല്ല എഫേർട്ട് എടുത്ത് വന്ന ആൾക്കാരാണ്. അതുപോലെ ഈ അസ്വി മലയാളം, നമ്മുടെ ഉണ്ണി, ഇവരൊക്കെ പണ്ട് തൊട്ടേ ബ്യൂട്ടി വ്ളോഗേഴ്സ് ആണ്. അപ്പോൾ അതിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അവർ ഇപ്പം ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിന് ഫോളോവേഴ്സൊക്കെ കൂടുതലാണ്. അപ്പോൾ കാലത്തിനനുസരിച്ച് നമ്മൾ മാറണമല്ലോ. ഒരു പ്രൊഡക്റ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല, ഈ കല്യാണി എന്ന് പറഞ്ഞ വ്യക്തിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആൾ ചെയ്യുന്നത് നോർമലായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ ആൾക്കാരൊക്കെ വന്നിട്ട് ഈ ചേച്ചീനെ കൊണ്ട് മാപ്പ് പറയിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ, ഈ ചേച്ചി അത്രയ്ക്ക് രാജ്യദ്രോഹം ഒന്നും ചെയ്തിട്ടില്ല മാപ്പ് പറയാൻ വേണ്ടിയിട്ട്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നത് തുണി അഴിച്ചിട്ട് വരെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. സ്വന്തമായിട്ട് ചാനൽ തുടങ്ങിയിട്ട്
ഇത്രയും പോകണം 18 വയസ്സ് പൂർത്തിയാകാത്ത പെൺപിള്ളേർ തൊട്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണുന്നതിന് യാതൊരു പ്രശ്നമില്ല. അതൊന്നും നമുക്ക് വയലൻസ് അല്ല ആക്ച്വലി. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നിങ്ങളിരുന്ന് രസിച്ചിട്ട് ഇതുപോലത്തെ ഈ ചേച്ചി എന്താണ് ഈ ചേച്ചിക്ക് ഒരു മാന്യതക്കുറവ്? എവിടെയെങ്കിലും ഒരു ഡ്രസ്സിങ്ങിൽ ഒരു മോശം തോന്നിയിട്ടുണ്ടോ? ആ ചേച്ചി നമുക്ക് ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു വ്ളോഗാണ് ആ ചേച്ചിയുടെ. എന്തോരം അക്കൗണ്ടുകൾ ലിങ്ക് തുടങ്ങിയിട്ട് അവർ പൈസ മേടിക്കുന്നു. അവരുടെ സ്വന്തം ബോഡി പാർട്സ് കാണിച്ച് തന്നുകൊണ്ട് പൈസ മേടിക്കുന്ന എന്തോരം ആൾക്കാരുണ്ട്. അത്രയും വൃത്തികെട്ട പരിപാടിയൊന്നും ആരും ചെയ്തിട്ടില്ലല്ലോ. സ്വന്തം മാന്യത കളഞ്ഞിട്ടുള്ള കാശ് സമ്പാദിക്കലൊന്നും ആരും ഇവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ ചേച്ചിന്ന് ഇത്രയും ഇരുന്ന് എന്തൊക്കെ കമൻറ്റ് ഞാൻ വായിക്കാം കേട്ടോ. ആക്ച്വലി ഇതിനകത്ത് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് ആക്ച്വലി സമയമില്ല. പക്ഷേ ഇത് പറയാണ്ടിരിക്കാൻ തോന്നുന്നില്ല.